എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കുട്ടിക്കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം. കഥയുടെ പേരെന്താണെന്ന് അറിയണ്ടേ? ഇന്നത്തെ കഥയുടെ പേരാണ് വണ്ടത്താനും ചുണ്ടെലിയും. ഇത് പണ്ട് നടന്നൊരു കഥയാണ്. അന്നൊരു ബ്രസീലിൽ ബീറ്റിൽ എന്നറിയപ്പെടുന്ന ഒരു കുഞ്ഞു വണ്ടുകൾക്ക് ഇന്നത്തെ പോലെ നിറപ്പകട്ടാർന്ന പുറംതോടുകളില്ലായിരുന്നു. അവയ്ക്ക് ഈ നിറപ്പകട്ട് കിട്ടിയത് എവിടുന്നാണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? എന്നാൽ നമുക്കത് കേൾക്കാം. ഒരിക്കൽ ഒരു പാവം വണ്ടെത്താൻ പതിയെ നടന്നു പോകുകയായിരുന്നു. പെട്ടെന്ന് ഒരു ചുണ്ടെലി വേഗം അതിൻ്റെ മുന്നിൽ കൂടി പാഞ്ഞുപോയി. അതേ വേഗത്തിൽ അവൻ തിരിച്ച് വണ്ടത്താൻ്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, നാണമുണ്ടോ സുഹൃത്തേ, ഇങ്ങനെ പതിയെ ഇഴഞ്ഞു നടക്കാൻ? നിനക്ക് ഇത്തിരി വേഗത്തിലൊക്കെ നടക്കാൻ ശ്രമിക്കരുതോ? നീ ശരിക്കും ഒരു ഓട്ടക്കാരൻ തന്നെ, വണ്ടത്താൻ ശാന്തനായി പറഞ്ഞു. ആരോടും വഴക്കിന് പോകരുതെന്ന് അവൻ്റെ അമ്മ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം തൊട്ടടുത്ത മരത്തിലിരുന്ന തത്തമ്മ പെണ്ണ് കേൾക്കുന്നുണ്ടായിരുന്നു. പല വിചിത്രമായ കഴിവുകളുള്ള തത്തമ്മ പെണ്ണിനോട് എല്ലാവർക്കും ബഹുമാനമായിരുന്നു. അവൾ ദൂരത്തേക്ക് ചൂണ്ടിക്കൊണ്ട് രണ്ടുപേരോടുമായി പറഞ്ഞു, ഞാനൊരു മത്സരം വെക്കാം. ആരാണോ ആ കുന്നിൻ്റെ മുകളിൽ ആദ്യം എത്തുന്നത് അയാൾക്ക് ഞാനൊരു ഉഗ്രൻ കോട്ട് തരും. നല്ല മിനുങ്ങുന്ന കോട്ട്. എന്താ, റെഡിയാണോ? ഹായ്, മിന്നുന്ന കോട്ടോ? എങ്കിൽ എനിക്ക് വേണം. ചുണ്ടൊരു മത്സരത്തിന് തയ്യാറായി. വണ്ടത്താന് സമ്മതിച്ചു. അങ്ങനെ മത്സരം തുടങ്ങി. ചുണ്ടലി ശരം വിട്ട പോലെ ഓടാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ കുതിച്ചു. ഓട്ടം പതിയായി. അവൻ ചിന്തിച്ചു, ഓ, പതുക്കെ ഇഴഞ്ഞു വരുന്ന വണ്ടത്താൻ ഒരിക്കലും ജയിക്കാൻ പോണില്ല. എന്നാൽ അവന് സമാധാനമായില്ല. അവനാവുന്നത്ര വേഗത്തിൽ വീണ്ടും ഓടാൻ തുടങ്ങി. ഓടി കുന്നിൻ മുകളിലെത്തിയപ്പോൾ അവൻ കണ്ട കാഴ്ച, അവിടെയതാ വണ്ടത്താൻ നിൽക്കുന്നു. കൂടെ തത്തമ്മ പെണ്ണുമുണ്ട്. അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അവൻ അന്തം വിട്ടു നിൽക്കുന്ന ചുണ്ടലിയോട് തത്തമ്മ പെണ്ണ് പറഞ്ഞു, ഇവന് 2 ചിറകുകളുള്ള കാര്യം നീ ശ്രദ്ധിച്ചതേയില്ല. മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ അവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നീ ശ്രദ്ധിക്കണം. ദൈവം കൊടുത്തിട്ടുണ്ടാവും എന്ന് നമ്മൾ ഓർക്കുന്നത് നല്ലത്. തത്തമ്മ പെണ്ണ് തിളങ്ങുന്ന പച്ച നിറമുള്ള കോട്ട് വണ്ടത്താനെ അണിയിച്ചു. അന്ന് മുതലാണ് ബ്രസീലിൽ ബീറ്റിലുകൾക്ക് ഇന്നത്തെ പോലെ തിളങ്ങുന്ന നിറം കിട്ടിയത് എന്നാണെന്ന് ബ്രസീലുകാർ വിശ്വസിക്കുന്നു. ഇതിനകത്ത് സാരാംശം നിങ്ങൾക്ക് കേൾക്കണ്ടേ? എന്താണെന്ന് പറയാമോ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തു മനസ്സിലായി? നമ്മൾ ആരെയും കളിയാക്കരുത്. ദൈവം എല്ലാവർക്കും ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ആ കഴിവുകൾ നമ്മൾ വളർത്തിയെടുക്കണം. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. ഇനി നമുക്കൊരു പുതിയ കഥയുമായി പിന്നെ കാണാം. ഇനി എന്ന് നിങ്ങൾക്ക് കഥ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.